ഹലോ, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊരു ട്രിപ്പ് പോവുകയാണ് ഡാം കാണാനായിട്ട്. ഒമാനിലെ തന്നെ ഏറ്റവും വലിയ ഡാമായ വാദി ദായിഖ ഡാം. സൂറ് പോകുന്ന വഴി കൊറിയാത്ത് എന്നൊരു സ്ഥലത്താണിത്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. മസ്കറ്റിൽ നിന്ന് 140 കിലോമീറ്റർ ദൂരെയാണ് ഈ സ്ഥലം. അപ്പം ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഫുഡൊക്കെ കരുതിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് ഫുഡൊക്കെ കഴിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പം ഞങ്ങൾ ഡാമിൻ്റെ എൻട്രൻസിലെത്തി. കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം ഞങ്ങൾ എത്തിയത് ഡാമിൻ്റെ താഴെ ഭാഗത്താണ്. നമുക്ക് പോകേണ്ടത് മുകളിലേക്കാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ച് മുകളിലേക്ക് തിരിയുവാണ്. ഹലോ, അപ്പം ഞങ്ങളിവിടെ ഡാമിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാമെന്ന് വിചാരിച്ചു. 2 മണി ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അടുത്തൊരു പാർക്കുണ്ട്. അപ്പോൾ പാർക്കിലിരുന്ന് ഫുഡ് കഴിക്കാൻ പോവുക. നമ്മൾ വീട്ടിൽ നിന്ന് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ. അവിടെ വേറെ ഫാമിലീസൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ എയറിൽ എല്ലാവരും കൂടെയൊക്കെ ഇരുന്ന് കഴിക്കാൻ പ്രത്യേക രസമായിരുന്നു. ചെറിയൊരു കാറ്റും നല്ലൊരു കൂളിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഡാമിലെ കാഴ്ചകളൊക്കെ കാണും. നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാൻ. നമുക്ക് കുറേ നേരം അങ്ങനെ നോക്കി നിൽക്കാൻ തോന്നും.
ഡാമൊക്കെ കണ്ടിറങ്ങി തിരിച്ച് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴി ഒരു സ്ഥലത്തൂടെ പോകാമെന്ന് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കണ്ടാൽ നമ്മുടെ നാട് പോലെ തന്നെ ഇരിക്കും എന്നാണ് ഹസ്ബൻഡ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുക. ഞങ്ങൾ അവിടെ എത്തി. കണ്ടപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെത്തിയൊരു ഫീലിംഗ് ആയിരുന്നു. അവിടെ കൃഷിക്കായിട്ടുള്ള വെള്ളത്തിൻ്റെ പാസേജൊക്കെ ഉണ്ടായിരുന്നു. മാവും വാഴയും ശരിക്കും നമ്മുടെ നാട്ടിലെത്തിയ ഫീലായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. അപ്പം ഞങ്ങളുടെ ചെറിയൊരു ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.